ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വലിയ കൃപയാൽ താൻ സ്നേഹിക്കുന്നവരായ തൻ്റെ മക്കൾക്ക് അവിടുത്തെ സന്നിധിയിൽ കൂടി വരുവാൻ ഒരു പ്രാവശ്യം കൂടി അവസരം തന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കാം. അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 2 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ ചില വാക്യങ്ങൾ വായിക്കാം. 4-ാമത്തെ വാക്യം 4ഉം 5ഉം ആദ്യം വായിക്കാം. അവർ യേശുവിൻ്റെ അടുക്കൽ വന്ന് അവനോട് താല്പര്യമായി അപേക്ഷിച്ചു. നീ അത് ചെയ്തു കൊടുപ്പാൻ അവൻ യോഗ്യൻ. അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു. ഞങ്ങൾക്ക് ഒരു പള്ളിയും തീർപ്പിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. നീ അത് ചെയ്തു കൊടുക്കുവാൻ അവൻ യോഗ്യൻ. പുറജാതിക്കാരനായ റോമക്കാരനായ ഒരു ശതാധിപനെക്കുറിച്ച് അവിടെയുള്ള യഹൂദ മൂപ്പന്മാര്, ആ ശതാധിപൻ പറഞ്ഞുവിട്ട മൂപ്പന്മാര് പറയുന്ന ഒരു സാക്ഷ്യമാണ് നാം ഇവിടെ വായിച്ച് കേട്ടത്. സംഭവം നമുക്കറിയാം. കർത്താവായ യേശുക്രിസ്തു കഫർനഹൂമിൽ ചെന്നപ്പോൾ ഒരു ശതാധിപൻ തൻ്റെ പ്രിയനായ ഒരു ദാസൻ, ദീനമായി മരിപ്പാറായി കിടക്കുന്ന ഒരു ദാസനെ രക്ഷിക്കണം, അവനെ സൗഖ്യമാക്കണമെന്ന് കർത്താവിനോട് യഹൂദന്മാരുടെ മൂപ്പന്മാരെ വിട്ട് അപേക്ഷിക്കുന്ന ഒരു സംഭവമാണ് നാം ഇവിടെ കേട്ടത്, കാണുന്നത്. ഇത് ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും മത്തായിയുടെ സുവിശേഷത്തിലും നാം ഇത് കാണുന്നുണ്ട്. ഒരു സ്ഥലത്ത് പറയുന്നത്,
ശതാധിപൻ തന്നെ അവിടെ പോയി എന്നാണ് വേറെ ഒരു സ്ഥലത്ത് പറയുന്നത്. ശതാധിപൻ യഹൂദന്മാരുടെ മൂപ്പന്മാരെ കർത്താവിൻ്റെ അടുക്കിലേക്ക് വിട്ടുവെന്നുമാണ്. ഏതുമായിക്കൊള്ളട്ടെ, ഈ സംഭവം നാം വായിക്കുമ്പോൾ ഒരൊറ്റ കാര്യം നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. ക്രിസ്തുയേശുവിലുള്ള ഒരു പുറജാതിക്കാരൻ്റെ അചഞ്ചലമായ വിശ്വാസം. ക്രിസ്തു ദൈവപുത്രനാണെന്നും ക്രിസ്തു പാപികളെ രക്ഷിക്കുന്നവനാണെന്നും രോഗികൾക്ക് സൗഖ്യം കൊടുക്കുന്നവനാണെന്നും ഈ ശതാധിപൻ വളരെ കൃത്യമായിട്ട് വിശ്വസിച്ചു. നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: അവിടെ ഒരു ശതാധിപന് പ്രിയനായ ദാസൻ ദീനം പിടിച്ച് മരിപ്പാറായിരുന്നു. അവൻ യേശുക്രിസ്തുവിൻ്റെ വസ്തുത കേട്ടിട്ട് അവൻ വന്ന് തൻ്റെ ദാസനെ രക്ഷിക്കണമെന്ന് അവനോട് അപേക്ഷിപ്പാൻ യഹൂദന്മാരുടെ മൂപ്പന്മാരെ അവൻ്റെ അടുക്കൽ അയച്ചു. 2-3 കാര്യങ്ങൾ നമുക്കിവിടെ കൃത്യമായിട്ട് കാണുവാനായിട്ട് സാധിക്കും. 3 സാക്ഷ്യങ്ങളും ഒരു വാർണിംഗുമാണ് നാം ഈ സംഭവത്തിലൂടെ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്. 3 സാക്ഷ്യങ്ങൾ. ഒന്നാമത്തെ സാക്ഷ്യം എന്താണ്? ടെസ്റ്റിമണി ഓഫ് അതേഴ്സ് അബൌട്ട് ദി സെഞ്ചൂറിയൻ. ഈ ശതാധിപനെ കുറിച്ച് മറ്റുള്ളവരുടെ അല്ലെങ്കിൽ യഹൂദരുടെ മൂപ്പന്മാരുടെ സാക്ഷ്യം, അതാണ് ആദ്യത്തെ സാക്ഷ്യം. ഈ സാക്ഷ്യം നാം വായിക്കുമ്പോൾ നമുക്ക് സന്തോഷവും ഒരു പ്രചോദനവും കിട്ടേണ്ടതാണ്. കാരണം പുറജാതിക്കാരനാണ്. യഹൂദർക്ക് ഈ റോമാ സാമ്രാജ്യത്തിൻ്റെ കീഴിൽ കിടക്കുന്നത് കൊണ്ട് റോമ പൗരന്മാരെയോ റോമ സൈന്യത്തെയോ സൈന്യാധിപന്മാരെയോ ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരു അവസ്ഥയിലിരിക്കുമ്പോൾ ഈ സൈന്യാധിപനെക്കുറിച്ച് യഹൂദന്മാർ പറയുന്നത് നേരെ തിരിച്ചാണ്. ഇവൻ്റെ ഒരു കാര്യം ഞങ്ങളുടെയും കാര്യമാണ്. ഇവൻ്റെ കാര്യം ചെയ്തു കൊടുക്കുവാൻ ഇവൻ അതിന് യോഗ്യനാണ്. ഞങ്ങളോട് അത്രയ്ക്ക് ചേർന്ന് നിൽക്കുന്നവനാണ് ഇവൻ. സാധാരണ റോമ സൈന്യാധിപനെ പോലെ ശതാധിപനെ പോലെ അല്ല ഇവൻ ഞങ്ങൾക്ക് വേണ്ട ഒത്താശകളെല്ലാം ചെയ്തു തരുന്നവനാണ്. അങ്ങനെയുള്ള ഈ ശതാധിപൻ എല്ലാം അവൻ്റെ ഒരു ആവശ്യം ചെയ്തു കൊടുക്കുവാൻ അവൻ യോഗ്യനാണ്. അതാണ് ഒന്നാമത്തെ സാക്ഷ്യം. ഞാനിത് പറയുമ്പോൾ നിങ്ങളിത് കേൾക്കുമ്പോൾ നമ്മെക്കുറിച്ച് നമ്മോട് ചേർന്ന് നിൽക്കുന്നവരെന്തായിരിക്കും പറയുക? ഒന്ന് തിരിഞ്ഞ് ചിന്തിച്ചു നോക്കുന്നത് നന്നായിരിക്കും. ഈ സൈന്യാധിപൻ ശതാധിപനാണ്. ശതാധിപന് ഒരു ദാസനോടുള്ള സ്നേഹം അവനോട് കാണിക്കുകയാണ്. അവന് പ്രിയനാണ് ആ ദാസൻ. ആ ദാസൻ ദീനം പിടിച്ച് മരിപ്പാറായിരിക്കുകയാണ്. ആ ദാസനോടുള്ള അവൻ്റെ ഒരു സ്നേഹം, ആ സ്നേഹം അവൻ മാത്രമല്ല മറ്റുള്ളവരും കൂടെ അറിയുകയാണ്. അവനോട് ചേർന്നുള്ളവർ അവൻ്റെ ആ കമ്പാഷൻ അത് മറ്റുള്ളവർ മനസ്സിലാക്കുകയാണ്. അവനോട് ചേർന്ന് ജീവിക്കുന്നവർ, ആ സമൂഹത്തിലുള്ളവർ അവനെക്കുറിച്ച് മനസ്സിലാക്കുന്നത് യോഗ്യനായ ഒരു മനുഷ്യൻ, കർത്താവ് എന്തെങ്കിലും ചെയ്തു കൊടുക്കുവാൻ യോഗ്യനായ മനുഷ്യൻ. പറഞ്ഞു വന്നല്ലോ, നമ്മെക്കുറിച്ച് എന്തായിരിക്കും പറയുക? ഞാൻ ചിലപ്പോഴെല്ലാം ചിന്തിക്കാറുണ്ട്, എല്ലാ ദിവസവും ഒരു നന്മയെങ്കിലും ഒരാൾക്കെങ്കിലും നമുക്ക് ചെയ്യുവാൻ സാധിക്കുമോ? ഒരു നന്മ ഒരാൾക്ക് എങ്കിലും അവർക്ക് സന്തോഷമുണ്ടാകുന്ന ഒരു കാര്യം ഒരു ദിവസം ചെയ്യുവാൻ നമുക്ക് സാധിക്കുമോ? ഒരു അസൈൻമെൻ്റ് ആയിട്ട് നമുക്ക് എടുത്തുകൊണ്ട് പോകാവുന്ന കാര്യമാണ്. ഒരു നന്മ നാം പറഞ്ഞതോ നാം ചെയ്തതോ ആയ കാര്യങ്ങൾ കൊണ്ട് ഒരാൾക്കെങ്കിലും ഒരു ദിവസം ഒന്ന് ചിരിക്കുവാൻ, ഒന്ന് പുഞ്ചിരിക്കുവാൻ ഒരു അവസരം കിട്ടുന്ന ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാക്കുവാൻ നമുക്ക് സാധിച്ചാൽ, ഈ ശതാധിപനതിന് കഴിഞ്ഞു, അതുപോലെ നമുക്ക് സാധിച്ചാൽ ദൈവം നമ്മെ നോക്കി സന്തോഷിക്കും, പുഞ്ചിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഒരു അസൈൻമെൻ്റ് ആയിട്ട് നമുക്ക് എടുത്തുകൊണ്ട് പോകാം. ഇന്ന് രാവിലെ
എഴുന്നേറ്റതിന് ശേഷം ഇതുവരെയുള്ള സമയം കൊണ്ട് ഒരാളെയെങ്കിലും നമ്മെ സന്തോഷിപ്പിച്ചോ? ഒരു തവണ ഒരാളെ ആദ്യം 1 തുടങ്ങുക, എന്നിട്ട് അത് പിന്നീട് 2 ആക്കാം, 4 ആക്കാം, 8 ആക്കാം. നമുക്ക് ചെയ്യേണ്ടിയ ഒരു കാര്യമാണ്. ശതാധിപൻ ചെയ്തത് അതാണ്. അതുകൊണ്ടാണ് ഈ ശതാധിപന് ഇങ്ങനെയുള്ള ഒരു സാക്ഷ്യം ലഭിക്കുവാൻ സാധിച്ചത്. എന്നാൽ ഈ ശതാധിപന് രണ്ടാമത്തെ സാക്ഷ്യം എന്താണ്? അവനെക്കുറിച്ചൊരു സാക്ഷ്യം ഉണ്ടായിരുന്നു. അവനെക്കുറിച്ചുള്ള സാക്ഷ്യം എന്താണ്? 7-ന്റെ 6ഉം 7ഉം വാക്യങ്ങൾ. യേശു അവരോട് കൂടെ പോയി വീട്ടിനോട് അടുപ്പാറായപ്പോൾ ശതാധിപൻ സ്നേഹിതന്മാരെ അവൻ്റെ അടുക്കൽ അയച്ചു. കർത്താവെ, പ്രയാസപ്പെടേണ്ട, നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ പോരാത്തവൻ. അതുകൊണ്ട് നിന്റെ അടുക്കൽ വരുവാൻ ഞാൻ യോഗ്യനെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ പോരാത്തവൻ. കൂടെയുള്ളവരുടെ സാക്ഷ്യം ഇവൻ യോഗ്യനാണെന്നാണ്. എന്നാൽ സ്വന്തമായ സാക്ഷ്യം എന്താണ്? ഞാൻ പോരാത്തവനാണ്, ഞാൻ യോഗ്യനല്ല. യേശുവേ, എനിക്കിതിനുള്ള യോഗ്യതയില്ല. ഞാൻ നിന്നോട് ചോദിക്കുകയാണ് എൻ്റെ ബാല്യക്കാരന് സൗഖ്യം തരണമെന്ന്. എന്നാൽ അതിനുള്ള യോഗ്യത എനിക്കില്ല എന്നാണ് അവൻ പറയുന്നത്. എനിക്ക് യോഗ്യതയില്ല, നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ പോരാത്തവൻ. എന്നാൽ നാം കാണുന്നവൻ്റെ ഗുണങ്ങൾ എന്താണ്? ആദ്യം പറഞ്ഞതുപോലെ ഈ ദാസൻ മരിപ്പാറായി കിടക്കുകയാണ്. ദാസൻ അവൻ മരിപ്പാറായി കിടക്കുമ്പോൾ ഈ ശതാധിപന് ഇത്രയേറെ ഒരു ആഗ്രഹം തോന്നുവാൻ എന്താണ് കാരണം? കാരണം അവൻ്റെ ഉള്ളിലെ കമ്പാഷൻ മാത്രമാണ്, അനുകമ്പ, കൂടെയുള്ളവരോട് ഉള്ള അനുകമ്പ. അതാണ് ഈ ശതാധിപനോടെ കാണിക്കുന്നത്. യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്, വിശ്വാസം മാത്രം പോരാ, പ്രവൃത്തി കൂടെ വേണം. നമ്മിൽ പ്രവൃത്തി ഇല്ലാത്ത വിശ്വാസം വ്യർത്ഥമാണെന്നാണ് യാക്കോബ് ശ്ലീഹ പറയുന്നത്. വിശ്വാസത്തോടു കൂടെ പ്രവൃത്തിയും ഉണ്ടാകണം. ഈ ശതാധിപൻ ചെയ്തതും അതാണ്. യേശുവിൻ്റെ വസ്തുത കേട്ടിട്ട്, തൻ്റെ പ്രശ്നം അറിഞ്ഞിട്ട് യേശുവിൻ്റെ അടുക്കിലേക്ക് ആളുകളെ അയക്കുകയാണ്. എന്താണ് കാരണം? അവനറിയാം ഇത് ലോകത്തെ മുഴുവനും രക്ഷിപ്പാനായി വന്ന കർത്താവായ യേശു ക്രിസ്തുവാണ് ഈ ക്രിസ്തു. അങ്ങനെയുള്ള ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് ഞാനൊരാഗ്രഹം, എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞാൽ അത് നടക്കുമെന്ന് കൃത്യമായിട്ട് അവൻ അറിയാം. അവൻ ഒരു പട്ടാളക്കാരനാണ്. പിന്നെ ഈ 7ഉം 8ഉം വാക്യങ്ങൾ കഴിയുമ്പോൾ പറയുന്നുണ്ട്, ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ട ഒരു മനുഷ്യനാണ്. എനിക്കറിയാം ഞാൻ എൻ്റെ ആളുകളോട്, എൻ്റെ കൂടെയുള്ളവരോട്, എൻ്റെ കീഴിലുള്ളവരോട് ഞാൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അവരത് ചെയ്യും. അതുപോലെ നീ എന്തെങ്കിലും പറഞ്ഞാൽ അത് നടക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. അതാണ് വിശ്വാസം. ശ്ലീഹ എബ്രായർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നുണ്ട്, 11-ാമത്തെ അധ്യായം 1-ാം വാക്യത്തിൽ തന്നെ, വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. ഈ ശതാധിപനിൽ ഇത് തന്നെയാണ് കാണുന്നത്. ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും. ആ 11-ാമത്തെ അധ്യായം മുഴുവൻ വായിക്കുമ്പോൾ വിശ്വാസത്തിൻ്റെ ഒരു ലിസ്റ്റാണ് നാം അവിടെ കാണുന്നത്. അബ്രഹാമിൻ്റെ വിശ്വാസത്തെക്കുറിച്ച് അവിടെ കാണുന്നുണ്ട്. കൽദയരുടെ ഊരിൽ നിന്ന് കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെടുവിച്ചവനായ കർത്താവ് ഈ അബ്രഹാം ഏകജാതനായ പുത്രനെ തീയിൽ നിന്ന്, ആ കത്തി ചാമ്പലായ അവസ്ഥയിൽ നിന്ന് രക്ഷിപ്പാൻ, അല്ലെങ്കിൽ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ ശക്തനായവനാണ് യഹോവയായ ദൈവമെന്ന് അബ്രഹാം വിശ്വസിച്ചു. ഈ വിശ്വാസം ഈ ശതാധിപനിലും കാണുകയാണ്. 1-ാമത്തെ, അവൻ പറയുന്നു ഞാൻ യോഗ്യനല്ല, എന്നാൽ അവന് ഒരു കമ്പാഷൻ ഉണ്ടായിരുന്നു. മാത്രമല്ല അവൻ വചനം കേൾക്കുന്നവനായിരുന്നു. വചനം, യേശുവിനെ കുറിച്ചുള്ള വചനം അവൻ കേട്ടിരുന്നു. അവൻ അതിനുള്ള ആഗ്രഹമുണ്ടായിരുന്നു.
അതിനുവേണ്ടി അവൻ പാടുപെട്ടിരുന്നു. അതുകൊണ്ടാണ് ഈ ശതാധിപനെക്കുറിച്ച് യഹൂദന്മാർ അങ്ങനെയെല്ലാം പറയുവാൻ കാരണം. കമ്പാഷൻ ഉണ്ടായിരുന്നു, വചനം കേൾക്കുന്നവനായിരുന്നു, ക്രിസ്തുവിലുള്ള അചഞ്ചലമായ വിശ്വാസവും അവനുണ്ടായിരുന്നു. വിശ്വാസത്തോടു കൂടിയാണ് അവൻ ആ കാര്യങ്ങൾ എല്ലാം ചെയ്യുന്നത്. മാത്രമല്ല, പിന്നീട് നാം കാണുന്നത് അവൻ്റെ ഹ്യൂമിലിറ്റിയാണ്. നീ ഇത് ചെയ്തു തരുവാൻ അവൻ യോഗ്യനെന്ന് പറയുമ്പോഴും അവൻ പറയുന്നത്, നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ പോരാത്തവനാണ്, എനിക്കിതിന് കഴിവുണ്ട്, എനിക്കിതിന് യോഗ്യതയുണ്ട് എന്ന് എനിക്ക് അശേഷം തോന്നിയിട്ടില്ല. ഇതൊരു സെൽഫ് റിയലൈസേഷൻ കൂടിയാണ്. നമുക്ക് ഓരോരുത്തർക്കും വേണ്ട ഒരു വലിയ ഗുണമാണിത്, ഈ ഹ്യൂമിലിറ്റി. ഹ്യൂമിലിറ്റി നമ്മുടെ യഥാർത്ഥമായ അവസ്ഥ നാം മനസ്സിലാക്കുമ്പോഴാണ്, നാം എന്തുമാത്രം ഉണ്ട് എന്ന് നാം മനസ്സിലാക്കുമ്പോൾ ആ ഹ്യൂമിലിറ്റി, ആ താഴ്മ നമ്മിൽ നാച്ചുറലായിട്ട് വരും. ആ താഴ്മ നമ്മിൽ വന്നിരിക്കണം. അതാണ് നമുക്ക് വേണ്ട ഒരാവശ്യം. ഈ ശതാധിപന് ഉണ്ടായിരുന്ന ഒരു ഗുണം. ഈ ശതാധിപന് അതുപോലെ നിശ്ചയമായിരുന്നു, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, എൻ്റെ പുരയ്ക്ക് ഇങ്ങോട്ടൊന്നും വരേണ്ട യാതൊരു ആവശ്യവുമില്ല, ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ മതി, എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. അത്രയ്ക്കുള്ള വിശ്വാസം, ആ ഉറപ്പായിരുന്നു അവനുള്ളത്. നാം ഇന്നിവിടെ ഇരിക്കുമ്പോൾ നമുക്ക് ആ ഉറപ്പുണ്ടോ? നമ്മുടെ ആവശ്യങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനോട് പറയുമ്പോൾ യേശുക്രിസ്തു അത് കേട്ട് നമുക്ക് മറുപടി തരുമെന്നുള്ള ഉറപ്പായ ബോധ്യവും വിശ്വാസവും നമുക്ക് ഉണ്ടോ? ഉണ്ട് എങ്കിൽ നമുക്ക് ഇപ്പോൾ ഈ സമയത്ത് നമ്മുടെ മധ്യത്തിൽ കർത്താവായ യേശുക്രിസ്തു വന്നിട്ടുണ്ട് എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങളെല്ലാം, നമ്മുടെ ആവശ്യങ്ങളെല്ലാം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്കൊന്ന് പറയാം. കർത്താവിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം. നമുക്കവനോടൊന്ന് പറഞ്ഞ് നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ രോഗങ്ങളും നമ്മുടെ പ്രയാസങ്ങളും നമുക്ക് വേണ്ടതെല്ലാം എന്തെല്ലാമാണോ, നമുക്ക് പാപത്തിന്മേലുള്ള ജയത്തിനാണോ നാം ആഗ്രഹിക്കുന്നത്, കർത്താവിനോട് ഈ സമയത്ത് നമുക്ക് പറയാം. പറയുമ്പോൾ അവൻ കേൾക്കും. കേട്ട് നമുക്കതിന് മറുപടി കിട്ടും എന്നുള്ള ഉറപ്പുള്ള വിശ്വാസത്തോടു കൂടി നിങ്ങൾ പറയുന്നുവെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ അവൻ നടത്തി തരും. തൻ്റെ കുറവ് പരസ്യമായി പറയുന്നതിന് അവന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. ഞാൻ പോരാത്തവനാണെന്ന് പറയുന്നതിന്, ശതാധിപനാണ്, സമൂഹത്തിൽ വിലയും നിലയുമുള്ളവനാണ്, എന്നാൽ ഞാൻ പോരാത്തവനാണെന്ന് പറയുന്നതിന് അവനൊരു ബുദ്ധിമുട്ടുമില്ല. അങ്ങനെ ബുദ്ധിമുട്ടില്ലാത്ത ആ ഒരു ശതാധിപനെയാണ് കർത്താവ് പറയുന്നത്, ഇസ്രായേലിൽ പോലും ഇത്ര വലിയ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. മൂന്നാമത്തെ സാക്ഷ്യം അതാണ്, ദി ടെസ്റ്റിമണി ഓഫ് ജീസസ് അബൌട്ട് ദ സെഞ്ചൂറിയൻ. ഈ ശതാധിപനെ കുറിച്ചുള്ള ക്രിസ്തുയേശുവിൻ്റെ സാക്ഷ്യം 9-ാം വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. നമുക്ക് വായിക്കാം. യേശു അത് കേട്ടിട്ട് അവങ്കൽ ആശ്ചര്യപ്പെട്ട് തിരിഞ്ഞു നോക്കി അനുഗമിക്കുന്ന കൂട്ടത്തോട്, ഇസ്രയേലിൽ കൂടി ഇങ്ങനെയുള്ള വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ഇസ്രയേൽ കൂടി ഇങ്ങനെയുള്ള വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. ഇതുപോലെ ഉറപ്പായ വിശ്വാസം ഞാൻ ഇസ്രായേൽ ഇപ്പോൾ കൂടെയുള്ളവരിൽ പോലും കണ്ടിട്ടില്ല എന്നാണ് കർത്താവോട് പറയുന്നത്. ക്രിസ്തുവിൻ്റെ സാക്ഷ്യം. ഞാനിത് പറയുമ്പോൾ എൻ്റെ തല കുറച്ച് കുനിയുന്നുണ്ട്. കാരണം ക്രിസ്തു എന്നെക്കുറിച്ച് ഈ സാക്ഷ്യം പറയുമോ? നമ്മുടെയൊക്കെ ഒരു ചലഞ്ച് അതായിരിക്കണം. എന്നെക്കുറിച്ച് കർത്താവായ യേശു ക്രിസ്തു പറയുന്ന സാക്ഷ്യം എന്തായിരിക്കണം? ഇസ്രായേലിൽ കൂടി ഇത്ര വലിയ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല എന്നൊരു സാക്ഷ്യം പ്രാപിക്കുവാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ ജീവിതം ധന്യമായി തീരും. ഇത്ര വലിയൊരു സാക്ഷ്യം നമുക്ക് പ്രാപിക്കണം. ഇത്ര വലിയ വിശ്വാസം ഞാൻ വേറെ എങ്ങും കണ്ടിട്ടില്ല. ഈ വിശ്വാസം നമുക്ക് പ്രാപിക്കണം. ഇന്നത് ഇല്ലെങ്കിൽ, ഇന്നതില്ലാതിരിക്കാം, ഇല്ലാതെ ഉള്ള അവസ്ഥയായിരിക്കാം, എന്നാൽ അത് പ്രാപിക്കുവാൻ നമുക്ക് സാധിക്കണം. അത് സാധിച്ചാൽ നാം ദൈവത്തോട് കൂടെ നടക്കുവാൻ നമുക്കും സാധിക്കും. കർത്താവിന് സ്തോത്രം. 8-ാം അധ്യായം 11-12 വാക്യങ്ങൾ, മത്തായിയുടെ സുവിശേഷം. ഇതേ കാര്യം തന്നെയാണ് അവിടെ പറയുന്നത്. കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും അനേകർ വന്ന് അബ്രഹാമിനോട് ഇസ്ഹാക്കിനോട് യാക്കോബിനോട് സ്വർഗരാജ്യത്തിൽ പന്തിക്കിരിക്കും.
രാജ്യത്തിന്റെ പുത്രന്മാരെയോ ഏറ്റവും പുറത്തുള്ള ഇരുളിലേക്ക് തള്ളിക്കളയും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. രാജ്യത്തിന്റെ പുത്രന്മാരെയോ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളയും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. ഞാൻ ആദ്യം പറഞ്ഞ വാണിംഗ് ഇതാണ്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഈ ഭാഗം പ്രതിപാദിക്കുന്നില്ല. എന്നാൽ മത്തായിയുടെ സുവിശേഷത്തിൽ അത് പറയുന്നു. കൂടെയുള്ളവര്, ഇപ്പോൾ നടക്കുന്നവര് രാജ്യത്തിന്റെ പുത്രന്മാരെന്നാണ് അവർ വിളിക്കുന്നത്, ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളയും. നമുക്ക് ആ അവസ്ഥ വരരുത്. ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളയപ്പെടുന്ന ആ അവസ്ഥ നമുക്ക് വരരുത്. നമുക്ക് ആ ബുദ്ധിയുള്ള 5 കന്യമാരെ പോലെ വിളക്കിൽ, തെളിഞ്ഞ വിളക്കും വിളക്കിൽ എണ്ണയും, സ്പെയർ ആയിട്ടുള്ള എണ്ണയും കൂടി എടുത്തുകൊണ്ട് നമുക്ക് നടക്കണം. അപ്പോഴാണ് ആർപ്പുവിളി കേൾക്കുമ്പോൾ നമുക്ക് മണവാളനോടുകൂടെ മണിയറയിൽ പ്രവേശിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ വാണിങ് നമുക്ക് ഓരോരുത്തർക്കും തരുന്ന വാണിംഗ് ആണ്. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായവും മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായവും ഇതിൽ പറയുന്ന കാര്യങ്ങൾ പിന്നെ എന്തിനത് ചെയ്തു എന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. യോഹന്നാൻ സ്നാപകന്റെ ദൂതന്മാർ അവിടെ വന്ന്, വരുവാനുള്ളവൻ നീയോ, ഞങ്ങൾ മറ്റൊരുത്തനെ കാത്തിരിക്കണമോ? ഇതാണ് അവിടെ ചോദ്യം. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ആരും യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവനായി ജനിച്ചിട്ടില്ല. അങ്ങനെയുള്ള യോഹന്നാൻ സ്നാപകനെ ഉറപ്പിക്കുവാൻ വേണ്ടി കർത്താവ് പലരെയും സൗഖ്യമാക്കി. ഈ 7-ാം അധ്യായത്തിൽ കാണുന്ന അത്ഭുതങ്ങളും അതിൻ്റെ ശേഷം അനേക രോഗികളെ സൗഖ്യമാക്കിയെന്ന് നാം ഇവിടെ വായിക്കുന്നുണ്ട്. ഈ യോഹന്നാൻ സ്നാപകനെ അവൻ്റെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാൻ, യോഹന്നാൻ സ്നാപകനോടുകൂടെയുള്ള ശിഷ്യന്മാരെയും ഈ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാൻ വേണ്ടിയാണ് കർത്താവ് ഈ പ്രവർത്തികളെല്ലാം ചെയ്തത്. നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന പല കാര്യങ്ങളും ഇപ്പോൾ നമുക്ക് പ്രയാസമായിരിക്കാം. എന്നാൽ നമ്മെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാനായി കർത്താവായ യേശുക്രിസ്തു ചെയ്യുന്ന കാര്യങ്ങളാണ് പലതും എന്ന് നാം മനസ്സിലാക്കണം. ക്രിസ്തുവിനോടുള്ള വിശ്വാസം, അതിൽ ഉറയ്ക്കുക, അതാണ് നമുക്ക് വേണ്ടിയത്. കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അതാണ്. കനാന്യ സ്ത്രീയുടെ ആയാലും രക്തവാർച്ചക്കാരി സ്ത്രീയുടെ ആയാലും ഈ വിശ്വാസത്തെക്കുറിച്ചെല്ലാം പറയുന്നതിൻ്റെ ഒരൊറ്റ കാരണവും ഇതാണ്. നമുക്ക് വേണ്ടി ക്രൂശിൽ യാഗമായി അർപ്പിച്ച ആ ക്രിസ്തുവിൻ്റെ രക്ഷ നാം അനുഭവിച്ച്, ആ വിടുതൽ, പാപത്തിൽ നിന്നുള്ള വിടുതലും മോചനവും നാം പ്രാപിച്ച്, നമ്മുടെ പേര് ദൈവരാജ്യത്തിൽ ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടുവാൻ കർത്താവിനോട് പ്രാർത്ഥിക്കാം. നമുക്ക് അതിനായി നമ്മുടെ ജീവിതം പൂർണ്ണമായി ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. പൗലോസ് ലീഹ ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ 4-ാം അധ്യായം 19-ാമത്തെ വാക്യം വളരെ ഹൃദയത്തെ തണുപ്പിക്കുന്നതായ വാക്യമാണ്. എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. നമ്മുടെ ദൈവം നമ്മുടെ ബുദ്ധിമുട്ട് തീർക്കുവാൻ മതിയായവനാണ്. ആ മതിയായവനായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? അവൻ നമ്മുടെ ബുദ്ധിമുട്ടെല്ലാം തീർത്തു തരും, നമ്മുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരും. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്നേഹം നിറഞ്ഞ കർത്താവേ, ഞങ്ങൾ കേട്ട വചനങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം. കർത്താവേ, ഞങ്ങൾ അവിടുത്തെ തിരുസന്നിധിയിലേക്ക് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും ഞങ്ങൾ അവിടുത്തെ കരങ്ങളിലേക്ക് തരുന്നു. തൻ്റെ ധനത്തിനൊത്തവണ്ണം മഹത്വത്തോടെ ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരുന്നവനായ ഒരു ദൈവം ഞങ്ങൾക്കുള്ളതിനാൽ നന്ദിയോടെ സ്തോത്രം. ഞങ്ങളെ അവിടുന്ന് കാണുന്നതിനാൽ സ്തോത്രം. അവിടുത്തെ മക്കളായി, അവിടുത്തെ പൊന്നുമക്കളായി ഞങ്ങളെ തിരഞ്ഞെടുത്ത്, ഞങ്ങളെ വിളിച്ച്, ഞങ്ങളെ വേർതിരിച്ച്, ഞങ്ങളെ അവിടുത്തെ രാജ്യത്തിൻ്റെ അവകാശികളാക്കി തീർത്ത അവിടുത്തെ സ്നേഹത്തിനായി സ്തോത്രം. നന്മകൾക്കായും കൃപകൾക്കായും സ്തോത്രം. ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സകലവും ചോദിക്കുന്നു. കൃപയോടെ കേട്ട് തിരുമരുളുമാറാകണമേ. ആമീൻ.